ശരീരഭാരം കുറയ്ക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. അതിന് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും. എന്തുതന്നെ ഡയറ്റിംഗ്, വ്യായാമം തുടങ്ങി പരീക്ഷിച്ചാലും ഒരുപക്ഷെ പ്രതീക്ഷിച്ച ഫലം ലഭിക്കണമെന്നില്ല. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്മാറുന്നവരും വളരെ കൂടുതലാണ്. എന്നാൽ ഈ മനഃശാസ്ത്ര രീതികൾ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മനഃശാസ്ത്ര രീതികൾ അവലംബിച്ചാൽ തടി കുറയ്ക്കാനാവും, പൊണ്ണത്തടി കുറയ്ക്കാനാവും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് തടി കുറയുന്നില്ല എന്ന കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനമായി വളരെ വേഗം ശരീരഭാരം കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്നത് തന്നെ ഹാനികരമാണ്. കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകമൂല്യമുള്ള ഭക്ഷണ പദാർത്ഥം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പോഷകവും ഓജസ്സും തേജസ്സും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. വേഗം പൊണ്ണത്തടി കുറയ്ക്കണം അല്ലെങ്കിൽ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഭക്ഷണത്തിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ക്രമീകരണം വരുത്തും. അതുമൂലം ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു. അത് ശരീരത്തിന് ഹാനികരമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസം പരമാവധി 2 മുതൽ 3 വരെ കിലോഗ്രാം ഭാരം മാത്രം കുറയ്ക്കുന്ന രീതിയിൽ മാത്രമേ നിങ്ങളുടെ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ചിട്ടപ്പെടുത്താവൂ. മൂന്നാമതായി, വ്യായാമം എപ്പോഴും സന്തോഷകരമായിരിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നിവയോടൊപ്പം മിതമായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം, ഇവയെല്ലാം കൂടിച്ചേർന്നാണ് ഭാരം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുക. നാലാമതായി, ഷോർട്ട് ടേമിൽ ഭാരം കുറഞ്ഞില്ലെങ്കിൽ പോലും വിഷമിക്കരുത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം 2 മുതൽ 3 വരെ കിലോഗ്രാം വെയിറ്റ് കുറയ്ക്കാൻ ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോവുക. അത് കുറഞ്ഞില്ലെങ്കിൽ പോലും വിഷമിക്കരുത്. കാരണം വിഷമം ഭാരം കൂട്ടാൻ ഇടയാക്കും. ഒന്നാമത്തെ മനഃശാസ്ത്ര ടിപ്പാണ്, ശരീരഭാരം കുറയ്ക്കുന്നതിന് അറിവ് സഹായിക്കുന്നു. ശരീരഭാരത്തെക്കുറിച്ചിട്ടുള്ള അറിവ്. കാലറി അഥവാ ഊർജം എന്താണ്? ഓരോ ഭക്ഷണ പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവെത്ര? വ്യായാമം, ജോലി തുടങ്ങി ഓരോ പ്രവൃത്തിയിലും ശരീരം ചിലവാക്കുന്ന ഊർജത്തിൻ്റെ അളവെത്ര? ഉറങ്ങുന്നതിനും ഇരിക്കുന്നതിനും കിടക്കുന്നതിനും നടക്കുന്നതിനും ഓടുന്നതിനും നീന്തുന്നതിനും സൈക്കിൾ ചവിട്ടുന്നതിനും എന്തിനധികം സംസാരിക്കുന്നതിന് പോലും നമ്മുടെ ശരീരം ഊർജം ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവൃത്തിയിലും എത്ര ഊർജം ഏകദേശം ചിലവാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ചിലവാകുന്ന ഊർജം അകത്തേക്ക് ചെല്ലുന്ന ഊർജത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാവണം എന്ന അറിവ് ഭക്ഷണ ക്രമീകരണത്തിനും ശരിയായ വ്യായാമത്തിനും നിങ്ങളെ സഹായിക്കും. മൂന്നാമതായി, ഡയറ്റിംഗ് ചെയ്യരുത്. ഡയറ്റിംഗ് ചെയ്യുക എന്നുള്ളതൊരു മാനസികാവസ്ഥയാണ്. ഡയറ്റിംഗ് ചെയ്താൽ ശരീരഭാരം കുറയും, അല്ലെങ്കിൽ ഹാർഡായി ഡയറ്റിംഗ് ചെയ്താൽ ശരീരഭാരം കുറയും എന്നുള്ളത് ഒരു മാനസികാവസ്ഥയാണ്. ഹാർഡ് ഡയറ്റിംഗ് ശരീരഭാരം കുറയ്ക്കാം. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ശരീരത്തിന് ആവശ്യമായ പോഷക പദാർത്ഥങ്ങൾ ലഭ്യമാകാത്ത ഒരവസ്ഥയും സംജാതമാകാം. ഭാരം 2-3 മാസം വളരെ ഹാർഡായി ഡയറ്റിംഗ് ചെയ്തതിന് ശേഷം ഭാരം കുറഞ്ഞാൽ മിക്കവാറും ആളുകൾ ഡയറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ് പതിവ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും ശരീരഭാരം കൂടാൻ അതിടയാക്കും. അതുകൊണ്ട് ഡയറ്റിംഗ് ചെയ്യരുത്. അതിന് പകരം ദീർഘകാല അടിസ്ഥാനത്തിൽ ഭക്ഷണ ക്രമീകരണം ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല ഗുണം തരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം 2-3 കിലോഗ്രാം കുറയ്ക്കുന്ന തരത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഭാരം കുറയ്ക്കാനുള്ള ഒരു പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയാൽ അതേ ശീലം തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കാരണം നിങ്ങൾ വീണ്ടും ഭാരം കൂടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല. നാലാമതായി, ഫൈബർ നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് മൂലം വയർ എളുപ്പത്തിൽ നിറഞ്ഞതായി തോന്നും. ഫൈബർ നിറഞ്ഞ ഭക്ഷണം, പച്ചക്കറികളിലെല്ലാം ധാരാളം ഫൈബർ ഉണ്ട്. അതുപോലെ ഫൈബർ നിറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ വയറ് പെട്ടെന്ന് നിറഞ്ഞതായി തോന്നുകയും വീണ്ടും ഭക്ഷണം വേണം എന്ന ആവശ്യകത ശരീരം ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുമൂലം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. ഭാരം നമുക്ക് കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്നു. ശാരീരിക വ്യായാമത്തെ മനസ്സ് നിറയുന്ന ഒരു വിനോദ ഉപാധി അല്ലെങ്കിൽ ഫൺ ആക്ടിവിറ്റിയായി കാണുക. ചിലർക്ക് ഓടുന്നത് തുടക്കത്തിൽ നിർബന്ധപൂർവ്വം നമ്മൾ ഓടാൻ ശ്രമിക്കും.
1, 2, 3 ദിവസം ഓടുകയും ചെയ്യും. പിന്നെ ആ ഓട്ടം എന്നുള്ളത്, ജോഗിങ് എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെടാത്ത വിഷയമായതുകൊണ്ട് ഒരു പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദ ഉപാധി, വ്യായാമ ഉപാധി നമ്മൾ തിരഞ്ഞെടുക്കുക. ചിലർക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് ഫുട്ബോൾ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് സ്കിപ്പിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഏതെങ്കിലും ഒരു വിനോദം അല്ലെങ്കിൽ കായിക വിനോദത്തെ തിരഞ്ഞെടുത്ത് ശ്രദ്ധ ചെലുത്തിയാൽ ആ വ്യായാമം ഒരു ഫൺ ആക്ടിവിറ്റി ആയതുകൊണ്ട് നമുക്ക് മടുക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ സസ്റ്റൈനബിലിറ്റി, നമ്മുടെ വ്യായാമത്തിൻ്റെ സസ്റ്റെയിൻ ചെയ്യാനുള്ള നമ്മളുടെ സ്വന്തം കഴിവിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തതായി, ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ സുഖമായ ഉറക്കം ശീലമാക്കുക. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. ഈ ക്ഷീണം അനുഭവപ്പെട്ടാൽ ഉടൻ ശരീരം എനർജി ഉടൻ വേണം എന്നുള്ള അവസ്ഥയിൽ ശരീരം ഉറങ്ങുമ്പോൾ ആക്ച്വലി ക്ഷീണിക്കുന്നില്ല. ഉറക്കക്കുറവുണ്ടെങ്കിൽ ക്ഷീണിക്കുന്നതായി ശരീരത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. ആക്ച്വൽ ക്ഷീണമല്ല, ഉറക്കക്കുറവ് കൊണ്ടുള്ള ക്ഷീണം. ഉറക്കക്കുറവ് കൊണ്ടുള്ള ക്ഷീണം അതിനെ പ്രതിരോധിക്കാൻ ശരീരം അല്ലെങ്കിൽ ബ്രെയിൻ നമ്മോട് ഭക്ഷണം ചോദിക്കും. മധുരപലഹാരങ്ങൾ, എണ്ണ കൂടുതലുള്ള, ഫാറ്റ് കൂടുതലുള്ള, ഊർജം ധാരാളം പ്രദാനം ചെയ്യുന്ന ഭക്ഷണമായിരിക്കും നമ്മളോട് ചോദിക്കുക. അതിനർത്ഥം എവിടെയെങ്കിലും എണ്ണ പലഹാരങ്ങൾ കണ്ടാൽ, സമോസ, ബജ്ജി, ബോണ്ട അത്തരം സാധനങ്ങൾ കണ്ടാൽ, മധുരപദാർത്ഥങ്ങൾ കണ്ടാൽ ഉടനെ എടുത്തു കഴിക്കണം എന്നുള്ള തോന്നൽ ഉറക്കക്കുറവുള്ളവർക്ക്, ഉറക്കം മതിയാവാതെ വരുന്നവർക്ക് കണ്ടുവരാം. ആ ശീലം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നാതിരിക്കാൻ ഒരു ദിവസം ധാരാളം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങാൻ ശീലിക്കുക. അടുത്തതായി, വ്യായാമം ചെയ്യുവാൻ ഒരു കൂട്ടുകാരൻ്റെ, അതായത് ബഡ്ഡിയുടെ സഹായം തേടുക. സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോറടി അല്ലെങ്കിൽ മടുപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ഒരു സുഹൃത്തിനെ കൂട്ടുപിടിച്ചാൽ സഹായിക്കും. അതുമാത്രമല്ല, ആ സുഹൃത്ത് നമുക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായി വർക്ക് ചെയ്യുകയും ചെയ്യും. വ്യായാമം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. ഒരു കൂട്ടുകാരനെ ബഡ്ഡിയായി കൂടെ ഒരു കൂട്ടുകാരൻ്റെ സഹായം വ്യായാമം ചെയ്യുവാൻ തേടാൻ മടിക്കരുത്. അടുത്തതായി, സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. സ്ട്രെസ് ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടും. കോർട്ടിസോൾ എന്ന കെമിക്കലിൻ്റെ അളവ് കൂട്ടുന്നു. ആ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ പല സ്ഥലത്തും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുവാൻ സാഹചര്യമൊരുക്കുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ ഈ പർട്ടിക്കുലർ അവസ്ഥ, അതായത് കോർട്ടിസോളിൻ്റെ അപ്രമാദിത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി, സ്വന്തം ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കുന്നത് ശീലമാക്കുക. ഇതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ, പുറത്തു നിന്നുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഭക്ഷണത്തിലെ ചേരുവകൾ, എണ്ണ, മറ്റ് സാധനങ്ങൾ അളവിലധികമായി ഉപയോഗിക്കുകയും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമ്മൾ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ പാകം ചെയ്യുന്നതിനോടൊപ്പമുള്ള വ്യായാമം നമ്മൾ ചെയ്യുന്നു. അതിനു പുറമെ നമ്മുടെ പോഷകാഹാര ശൈലി നമ്മൾ സൂക്ഷിക്കുന്നു. അതിനു പുറമെ എണ്ണ തുടങ്ങിയ ശരീരത്തിന് അത്ര ആവശ്യമല്ലാത്ത പദാർത്ഥങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നു. സ്വന്തം ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കുവാൻ ശീലിക്കുക. അടുത്തതായി, മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ ശീലിക്കുക. ഭക്ഷണം കഴിക്കുന്നു എന്ന ബോധത്തോടു കൂടി ഭക്ഷണം കഴിക്കുവാൻ ശീലിക്കുക. TV നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. പുസ്തകം വായിച്ചുകൊണ്ട്, മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ട് ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഭക്ഷണം അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനക്ഷമത വർദ്ധിക്കുന്നു. രണ്ടാമത് വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അടുത്തതായി, വലിയ പ്ലേറ്റിന് പകരം ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. അതായത് ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ തന്നെ, വിളമ്പുമ്പോൾ തന്നെ ആ പ്ലേറ്റ് നിറഞ്ഞിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതേ ക്വാണ്ടിറ്റി ഭക്ഷണം വലിയ പ്ലേറ്റിൽ നിറച്ചാൽ ആ വലിയ പ്ലേറ്റ് നിറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തോന്നും. ഇത് ബ്രെയിനിനെ ഒരു തരത്തിൽ നമ്മൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഡിസീവിങ് ദ ബ്രെയിൻ. ചെറിയ പ്ലേറ്റിൽ നിറച്ച ഭക്ഷണം കഴിച്ചാൽ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബ്രെയിൻ ഫീൽ ചെയ്യുന്നത്
ഞാൻ വളരെ കൂടുതൽ ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് മതി, എനിക്കിനി വേണ്ട എന്ന രീതിയിൽ ബ്രെയിൻ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് വിശപ്പ് പെട്ടെന്ന് മാറാൻ ഇത് സഹായിക്കും. അടുത്തതായി, കുറേശ്ശെയായി ധാരാളം വെള്ളം ദിവസം മുഴുവൻ കുടിക്കുന്നത് ശീലമാക്കുക. വെള്ളത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി വിശപ്പ് കുറയുന്നു, ശരീരത്തിന് ആവശ്യമായ ജലാംശം നമുക്ക് ലഭിക്കുന്നു, സ്കിൻ, നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം വളരെ ഭംഗിയായി സ്വന്തം രീതിയിൽ പ്രവർത്തിക്കുവാൻ വെള്ളം സഹായിക്കുന്നു. ദിവസം മുഴുവൻ കുറേശ്ശെയായി ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അടുത്തതായി, ഭക്ഷണത്തെ ഒരു ശാപമായി ചെകുത്താനായി കാണരുത്. ചില ഭക്ഷണം, ഈ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പറയും, ചില ഭക്ഷണം എനിക്കത് ഇഷ്ടമല്ല, കാരണം അതിൽ ഒരുപാട് എണ്ണമയമുണ്ട്. വേറൊരു ഭക്ഷണം ഇഷ്ടമല്ല, അതൊരുപാട് മധുരമാണ്, അതിലൊരുപാട് കാലറീസ് ഉണ്ട്, അതിലൊരുപാട് ഊർജം ഉണ്ട്, ഒരുപാട് ഫാറ്റ് ഉണ്ട്. ഇങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തീർച്ചയായും കഴിക്കുക, പക്ഷെ കുറച്ച് കഴിക്കുക. ഒരു ലഡു കഴിക്കുന്ന സ്ഥലത്ത് പകുതി ലഡു കഴിക്കൂ. എന്നിട്ട് അതിനനുസരിച്ച് വ്യായാമം ചെയ്ത് ആ കഴിച്ച കാലറി, ഊർജത്തിന് സ്പെൻഡ് ചെയ്യൂ, ചിലവാക്കും. ഭക്ഷണത്തെ നമ്മളൊരു ശാപമായി, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് എനിക്ക് ഇഷ്ടമായില്ല, എനിക്കത് വേണ്ട എന്ന് പറയുന്ന വഴി നമ്മുടെ മനസ്സിൽ സ്ട്രെസ് ബിൽഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രെസ് നമ്മെ പിന്നീട് കോർട്ടിസോൾ വഴി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന പ്രക്രിയ കൂടുതൽ ത്വരിതഗതിയിലാക്കും. അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ധൈര്യമായി കഴിക്കുക, പക്ഷെ കുറേശ്ശെ കഴിക്കുക.